ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നല്ല മഴയാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് എങ്ങനെ എൻ്റെ സെറ്റിങ്സ് എന്നൊക്കെ ചോദിച്ച് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നത്. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ പേജ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് വീഡിയോ അതുകൊണ്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ചെയ്യുന്നുള്ളത്. ചെറിയ ചെറിയ സെറ്റിങ്സ് ആണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാമേ. ആദ്യം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആക്കുമ്പോൾ വരുന്ന വിൻഡോയിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് ആക്കുക. എൻ്റെ ഇപ്പോൾ ടേൺ ഓഫ് ആക്കി കിടക്കുന്നത്, നിങ്ങളുടെ ടേൺ ഓൺ ആയിരിക്കും. അപ്പോൾ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്രൊഫഷണൽ മോഡ് ഡാഷ്ബോർഡ് നമ്മുടെ ഓപ്പൺ ആക്കുന്ന പേജിൽ കാണാൻ പറ്റും. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം, ഇൻസൈറ്റ്, കണ്ടൻറ്റ്, ഗ്രോത്ത്, മോണിറ്റൈസേഷൻ ഇങ്ങനെ മേളിൽ ഐക്കൺസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ പേജിൻ്റെ സ്റ്റാറ്റസ്. അപ്പം അതിലാണ് നമുക്ക് ഓരോരോ അതായത് സ്റ്റാർസ്, സബ്സ്ക്രിപ്ഷൻസ്, ഇൻസ്ട്രീം ആഡ്സ് ഇങ്ങനെ ഓരോരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ഓരോരോ 500 ഫോളോവേഴ്സ്, 1000 ഫോളോവേഴ്സ് അങ്ങനെ കയറി വരുന്നതായിരിക്കും. അപ്പം അതിലാണ് നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്ന മോണിറ്റൈസേഷൻ ഡീറ്റെയിൽസ്. പിന്നെ വൺ ഡേ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. നമ്മുടെ ടാക്സ് ഇൻഫോ വരെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് അത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ നമുക്ക് ഓരോരോ കണ്ടൻറ് ഇടുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസ് വന്ന് ഇവിടെ മോണിറ്റൈസേഷൻ പേജിൽ വന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കണ്ടോ, സ്റ്റാർസ്, സബ്സ്ക്രിപ്ഷൻസ്, പാർട്ണർഷിപ്പ് ആഡ്സ്, ഇൻസ്ട്രീം ആഡ്സ് ഇങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ ഡെയിലി കണ്ടൻറ് ഇടുക. നമ്മുടെ കണ്ടൻറ്റിനാണ് എലിജിബിലിറ്റി ഉള്ളത്. അല്ല, റീൽസിനും കിട്ടുന്നുണ്ട് ബോണസ്. അപ്പോൾ നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് 10K ഫോളോവേഴ്സിന് ശേഷമായിരിക്കും നമുക്ക് ഇൻസ്ട്രീം ആഡ്സിൻ്റെത് വരുന്നത്. നമ്മുടെ പേജിൽ ഇൻസ്ട്രീം ആഡ്സ് വരുന്നത്, നമ്മുടെ ആഡ് ബ്രേക്ക് വരുന്നത് കണ്ടൻറ്റിനായിരിക്കും. അങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. അതുപോലെ നമ്മൾ ഇത്ര ഡോളേഴ്സ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പേ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ത്രൂ നമുക്ക് എടുക്കാൻ പറ്റും. ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള സെറ്റിങ്സേ ഉള്ളൂ. പിന്നെ നമ്മുടെ വ്യൂസ് പോലെയാണ് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഇത് വേരി ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടുതലും ആൾക്കാർ എൻഗേജ്മെൻറ്റ് റേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒത്തിരിയും കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ റവന്യൂ. എല്ലാ മാസവും കൃത്യമായിട്ടൊരു റവന്യൂ ആയിരിക്കില്ല കിട്ടുന്നത്, അത് വേരി ചെയ്യും. അപ്പം ഓരോരോ കണ്ടൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം പറ്റുന്ന പോലെ. ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത് കുറച്ച് ബിസി ആയിരുന്നുകൊണ്ടാണ്. അറിയാമല്ലോ, എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറ്റുന്ന പോലെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.